രാവിലെ തന്നെ കപ്പമ്പളം സ്വർഗം. പിന്നെ നമ്മൾ നേരെ വിട്ടു റേഷൻ കടയിലേക്ക്. ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യൽ മൂമെന്റ് ഇതാണ്, ഈ ഒരു ബയോമെട്രിക് ഒതന്റിക്കേഷൻ. അത് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു നിമിഷം, ഓ സ്വർഗം. അങ്ങനെ അതെല്ലാം പിറക്കി കിട്ടി വീട്ടിൽ കൊണ്ട് കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് ആറായപ്പോഴത്തേനും നമ്മൾ അടുത്ത പരിപാടിക്ക് വിട്ടു. നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട്, വള്ളിക്കാവ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു കച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ചെന്നപ്പോഴത്തേനും സാഗരക്കണക്കിന് ആളുണ്ട് അവിടെ. അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ച് നമ്മൾ നമ്മുടെ പേരിലൊരു രസീതൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ രസീത് അപ്പുറത്ത് കൊടുക്കുമ്പോഴത്തേനും അവിടെ നിന്ന് പോയില്ല പോലത്തെ ഒരു സാധനം കിട്ടും. അതും മേടിച്ച് നമ്മൾ നടക്കി കൊണ്ടുവെക്കണം. ഇങ്ങനെ ഓടി വന്ന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മേളിലേക്ക് എറിയുന്നതാണ് ഈ കച്ചേർ എന്ന് പറഞ്ഞ ഇറങ്ങി. നമ്മൾ പറഞ്ഞ എടുത്തിട്ടുണ്ട്, നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിള്ളേർക്ക് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. അപ്പോഴാണ് ആ നഗ്നമായ സത്യം നമ്മൾ അറിയുന്നത്, അവിടെ ചോറുണ്ടെന്ന്. പക്ഷേ ആണെങ്കിൽ ചെന്നപ്പോൾ ഒടുക്കലത്തേക്കു നമ്മൾ ലേറ്റുമായി പോയതുകൊണ്ട് കറികളും കുറച്ചാണ് കിട്ടിയത്. അവിയൽ, പപ്പടം, പായസം ഒന്നും തന്നെ കിട്ടിയില്ല. അവിടെ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോൾ വന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടൊന്നും അവനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോകാനിറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു ടീമിനെ സ്പോട്ട് ചെയ്യുന്നത്. ആഹാ, എന്തൊരു ഫ്രീ ഫയർ കളി! ഇവിടെ ഇത്ര പരിപാടി നടന്നിട്ട് അവന്മാർക്ക് ഫ്രീ ഫയർ കളി. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പോവാണ്. അങ്ങനെ നമ്മുടെ സ്വാലിയത്തായ കൂട്ടുകാരനെ കണ്ടുപിട്ടി. കണ്ടാൽ നല്ല മാന്യനാണ്, പക്ഷെ നാട്ടിലെ മെയിൻ പെഡോഫൈലാണ്. അങ്ങനെ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേച്ചി ഒരു മുട്ടായിക്ക് മേടിച്ചിട്ട് വന്നു. ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ചേച്ചിയുടെ കുരിപ്പാണ് ഇരിക്കുന്നത്, മുട്ടായും പിടിച്ചുകൊണ്ട്. എങ്ങനെ പൊട്ടിക്കണമെന്നൊന്നും അവനെ അറിയത്തില്ല. പിന്നാണെങ്കിൽ അവൻ എൻ്റെ അനിയൻ്റെ മണ്ടയ്ക്കായിട്ട് കയറാൻ തുടങ്ങി. അവൻ്റെ മുടിയെല്ലാം പിടിച്ച് വരിക്കണണ്ട. അങ്ങനെ ഇരുന്നപ്പോഴാണ് അളിയൻ്റെ ഈ കമ്പനി ഫോൺ നമ്മൾ കാണുന്നത്. തുറക്കാം, മടക്കാം, മടക്കാം, തുറക്കാം. ആഹാ, ഹൈർ. ഈ സാധനമൊക്കെ നമ്മൾ എയർലി 2K കിഡ്സും 90s കിഡ്സും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ജെൻസിക്കൊന്നും അറിയില്ലായിരിക്കും ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നെന്ന് തന്നെ. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ചാമ്പയ്ക്ക കാഴ്ചയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് 2-3 നമ്മൾ പിറക്കിയെടുത്ത് കഴുകിയിട്ടുണ്ട്. ആ ചുമന്ന് കൊടുത്തിരിക്കുന്ന ആ കളർ കണ്ട, ആ വായിക്ക് അപ്പലോടുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഫ്രണ്ടിൻ്റെ അടുക്ക ചെന്നപ്പോൾ അവിടെ അപ്പുറത്തുള്ള ചേട്ടന്മാരിത് എന്താണ് സാധനം പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നടന്നതേ ക്ഷീണിച്ചപ്പോഴത്തേന് ലെമൺ സോഡയൊക്കെ മേടിച്ചു കുടിച്ചു, ഉപ്പിട്ട്. ഇതെങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. ഒരുത്തം പറഞ്ഞ കുടിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. ആകുവാണെങ്കിൽ ഇവനെ പോലെയൊക്കെയാണ്, എന്തുറക്കാണ് സർവ്വസമയത്ത് തന്നെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു തിലകക്കുറിയൊക്കെ ആയിട്ട് ചെറുക്കനിരിക്കുന്നു, മാമൻ തൊട്ടയാണ്. അങ്ങനെ പിന്നെ വന്ന് നോക്കുമ്പോഴത്തേ ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്, ആ ജിംനാസ്റ്റിക്കാ എന്താണ്. അങ്ങനെ കടയിലൊക്കെ പോയി നമ്മൾ വീട്ടിലേക്ക് പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേനും മഞ്ഞുമൽ ബോയ്സിൻ്റെ അതിലെ ക്രിട്ടിക്കൽ സീൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നു, സമയം പോകണ്ടേ. അപ്പോൾ ബൈ, നാളെ കാണാം.